പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നിരാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഒരു മികച്ച അവസരം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. വിദ്യാഭ്യാസപരമായ അവസരങ്ങൾ മുന്നിലുണ്ട്. അത്തരം ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. അത് രണ്ട് കൈകളും കൊണ്ട് പിടിച്ചെടുക്കുക. അതിന്റെ പരമാവധി പ്രയോജനം നേടുക. നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് നേടുക. ഇന്ന് നിങ്ങൾ പഠിക്കുന്നതെല്ലാം ഭാവിയിൽ സുവർണാവസരങ്ങളിലേക്ക് നയിക്കും. ഇത് ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ മികച്ച ശമ്പളം നൽകുന്ന ഒരു ജോലി മാറ്റമോ ആകാം. നിങ്ങളുടെ പുതിയ കഴിവുകൾ നിങ്ങളുടെ കിരീടത്തിൽ ഒരു പുതിയ തൂവൽ ആയിരിക്കും. ഭാവിയിലെ നിങ്ങളുടെ ശ്രമങ്ങളിൽ തീർച്ചയായും പ്രയോജനകരമാണെന്ന് തെളിയിക്കും എന്ന് താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ഈ വർഷം ശനിയുടെ സ്വാധീനം ശക്തമായിരിക്കും. അതിനാൽ ചില പ്രത്യേക വസ്തുക്കൾ അടുത്തുവെക്കുന്നത് തിരിച്ചടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, കന്നി രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ശ്രമങ്ങളെ നല്ല കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വികാരങ്ങൾ ശക്തമായിരിക്കും. അവിശ്വസനീയമാംവിധം ഫലപ്രദമായ ഒരു ക്ഷേമബോധം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ ആത്മവിശ്വാസം ശക്തമാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനോഹര നിമിഷങ്ങൾ ആസ്വദിക്കുക. അർഹമായിരിക്കും. പ്രപഞ്ചത്തിലെ സംഭവങ്ങളുടെ ഉന്മേഷദായകമായ ഊർജം ഉൾക്കൊള്ളാൻ നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ വെള്ള നിറം ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ സാധിക്കും. ഇന്ന് വൈകുന്നേരം 3:15 അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സാന്നിധ്യം നിങ്ങളുടെ വൈകാരിക സന്തുലിതാവസ്ഥയെ വെല്ലുവിളിച്ചേക്കാം. സമാധാനവും സ്നേഹവും നിറഞ്ഞ ഊർജം വീണ്ടെടുക്കാൻ താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ചില പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: ഒരു വിശ്രമിക്കുന്ന ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റി നീക്കം ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യാം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മോശം ശീലങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ഉൽപ്പാദനപരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചേക്കാം. ഇത് നിങ്ങളുടെ ബന്ധങ്ങളെ ഈ പുതിയ വെളിച്ചത്തിൽ പുനർമൂല്യനിർണ്ണയം ചെയ്യാനും ഇടയാക്കും. താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഇത് ആത്മപരിശോധനയ്ക്കുള്ള ദിവസമാണ്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ദീർഘകാല വിജയത്തിനായി സ്വയം ഒരുക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ശ്രദ്ധയും പ്രചോദനവും നിലനിർത്താൻ ചുവപ്പ് നിറം ധരിക്കുക. വൈകുന്നേരം 5:20 മുതൽ വൈകുന്നേരം 7:20 വരെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കണം. വ്യാഴം ഈ വർഷം മുഴുവൻ വികാസത്തെ സ്വാധീനിക്കുന്നതിനാൽ പുതിയ സമ്പത്ത് ആകർഷിക്കാൻ ചില പ്രത്യേക വസ്തുക്കൾ വെക്കുക. പ്രതിവിധി വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ചന്ദ്രൻ കന്നി രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ഒരു മികച്ച ദിവസത്തിനായി കാത്തിരിക്കും. വ്യാപാരികൾക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം തോന്നിയേക്കാം. ഈ സമയത്ത് നടത്തുന്ന നിക്ഷേപങ്ങൾ നല്ല ഫലങ്ങൾ നൽകും. താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് നിങ്ങൾക്കോ കുടുംബാംഗത്തിനോ ഒരു പുതിയ സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങളുടെ സാമൂഹികവും വ്യക്തിപരവുമായ ജീവിതത്തിലും ഇത് ഒരു നല്ല ദിവസമാണ്. വെള്ളവസ്ത്രം ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. നല്ല ഫലങ്ങൾ നേടുന്നതിനായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ വൈകുന്നേരം 4 മുതൽ 5 വരെയുള്ള സമയം അനുയോജ്യമാണ്. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ആത്മവളർച്ചയെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനാൽ താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് വികാരത്തെ ശമിപ്പിക്കാനും ഉൾക്കാഴ്ച ശക്തിപ്പെടുത്താനും ചില വഴികൾ നിർദ്ദേശിക്കുന്നു. പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കാണുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ദിവസമാണ്. ഇന്ന് ചന്ദ്രൻ കന്നി രാശിയിലാണ്. നിങ്ങൾക്ക് നല്ല സമയം ലഭിക്കുകയും വീട്ടിൽ സമാധാനപരമായ ഒരു ദിവസം ഉണ്ടാകുകയും ചെയ്യും. വിനോദത്തിനായി എപ്പോഴും വീടിന് പുറത്തു പോകുകയോ പണം ചെലവഴിക്കുകയോ ചെയ്യേണ്ടതില്ല. താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നത് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്നാണ്. നിങ്ങളുടെ പങ്കാളിയുമായോ മറ്റ് അടുത്ത സുഹൃത്തുക്കളുമായോ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ പരസ്പരം താങ്ങായിരിക്കാനോ സമയം ചെലവഴിക്കുക. ഈ സമയങ്ങളിൽ നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും. ചിങ്ങം രാശിക്കാർക്ക് സ്വതവേ ആകർഷകവും സന്തോഷകരവുമായ സ്വഭാവമുണ്ട്.
അവരുടെ അഭിമാനവും ആത്മവിശ്വാസവും അചഞ്ചലമാണ്. അവർക്ക് വീടിന്റെയും ജോലിയുടെയും കളിയുടെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇഷ്ടമാണ്, അല്ലാതെ ജീവിതത്തെ പൂർണ്ണമായി സ്നേഹിക്കാനും ജീവിക്കാനുമല്ല. ചിങ്ങം രാശിക്കാർ അർപ്പണബോധമുള്ളവരും കലാപരവും നാടകീയരുമാണ്. പ്രതിവിധി: ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് കന്നി രാശിയിൽ പുതിയ ചന്ദ്രന്റെ സംക്രമണം ഗാർഹിക ഐക്യത്തിനും സമാധാനത്തിനും ഊന്നൽ നൽകുന്നു. ഇത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു നിർണായക സമയമായി തോന്നുന്നു. ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. സാധാരണത്വത്തിന്റെ ഈ കാലഘട്ടങ്ങൾ നിങ്ങളെ വൈകാരികമായി നിലനിർത്തും. നിങ്ങളുടെ ബന്ധങ്ങൾ കാലക്രമേണ ആഴത്തിലാകുകയും മെച്ചപ്പെടുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമിടയിൽ വിശ്വാസം വളർത്തുന്നതിന് തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം ഉപയോഗിക്കുക. ഇന്ന് നിങ്ങളുടെ ഭാഗ്യ നിറം കടും നീലയാണ്. ഇന്നത്തെ ഭാഗ്യ സമയങ്ങൾ രാവിലെ 9 മണി മുതൽ രാവിലെ 10 മണി വരെയാണ്. ശനി സംബന്ധമായ തടസ്സങ്ങൾക്കായി ക്ഷമയും അച്ചടക്കവും ശക്തിപ്പെടുത്തുന്നതിന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു പ്രത്യേക പ്രതിവിധി ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രതിവിധി: ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക. പ്രിയ തുലാം രാശി, കന്നിരാശിയിൽ ചന്ദ്രന്റെ തുടർച്ചയായ നിൽപ്പ് മാറ്റത്തിനുള്ള ആഗ്രഹം സൂചിപ്പിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ആത്മവിശ്വാസമുള്ളവരാക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ന് നിങ്ങൾ കൂടുതൽ ഒത്തുതീർപ്പുള്ളവരും ശാന്തരുമായിരിക്കും. എന്നിരുന്നാലും ദിവസത്തിന്റെ അവസാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നുവരാം, അതിനാൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വർദ്ധിച്ച ജോലികൾ വളർച്ചയുടെയും പുരോഗതിയുടെയും കാര്യത്തിൽ നിങ്ങളെ സ്തംഭിപ്പിച്ചേക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിഷമിക്കേണ്ട, കാരണം പരിഹാരങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് വരും. അതിനാൽ തയ്യാറായിരിക്കുക, കാരണം നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുന്ന ഏതെങ്കിലും നല്ല സൂചനകളോ ലാഭകരമായ അവസരങ്ങളോ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് മഞ്ഞനിറം നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4:30 മണിവരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. ശനിയുടെ നിയന്ത്രിത ഫലങ്ങളെ സന്തുലിതമാക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു അനുയോജ്യമായ രത്നം ധരിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തു അടുത്ത് സൂക്ഷിക്കാനോ ശുപാർശ ചെയ്യുന്നു. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, നിങ്ങളുടെ വിരസമായ ദിനചര്യയിൽ മാറ്റം വരുത്താൻ പുതിയതും സാഹസികവുമായ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനം ലഭിച്ചേക്കാം. കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാലാണ് നിങ്ങൾക്ക് ഉന്മേഷം തോന്നുന്നത്. പഴയ ചിന്തകൾ ഉപേക്ഷിച്ച് കൂടുതൽ സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇത് നിങ്ങൾക്ക് ഒരു മികച്ച നിമിഷമാണ് എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ നിങ്ങൾ ശ്രമിച്ചതിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. ദിവസത്തിലെ ഭാഗ്യനിറം ചാരനിറമാണ്. വൈകുന്നേരം 3 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. ശനി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെ പരീക്ഷിക്കുന്നതിനാൽ വ്യക്തതയ്ക്കായി എന്തെങ്കിലും ധരിക്കുന്നത് അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുന്നത് സഹായകമായേക്കാം. പ്രതിവിധി: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കന്നി രാശിയിലേക്ക് മാറുന്നതിനാൽ ഗാർഹിക കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തിയേക്കാം. വീട്ടിൽ സമാധാനവും ഐക്യവും ഉണ്ടാകും. നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബവും വളരെ പിന്തുണ നൽകുന്നവരായിരിക്കും. എന്നാൽ ഒരു തീരുമാനവും തിടുക്കത്തിൽ എടുക്കരുത് എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. ജോലിസ്ഥലത്ത് നിങ്ങൾ സമ്മർദ്ദവും ഭാരവും കൊണ്ട് വലഞ്ഞതായി തോന്നിയേക്കാം. എന്നാൽ ശാന്തമായിരിക്കുക. ഓരോ സാഹചര്യത്തെയും നല്ല മനോഭാവത്തോടെ സമീപിക്കുക. ഇതൊരു സാധാരണ ദിവസമാണെന്നും ഇത് കടന്നുപോകുമെന്നും അറിയുക. ധനുരാശിയുടെ ദൈനംദിന ജാതകം അനുസരിച്ച് പിങ്ക് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. നിങ്ങൾക്ക് ശുഭസമയം വൈകുന്നേരം 3 മണി മുതൽ 3:30 മണി വരെയാണ്. ഈ വർഷം വ്യാഴത്തിന്റെ ഭാഗ്യസ്വാധീനം ഉച്ചസ്ഥായിയിലെത്തും. അവസരങ്ങളെ സ്വാഗതം ചെയ്യാൻ നന്ദി പ്രകടിപ്പിക്കുക. പ്രിയ മകരം രാശിക്കാരെ, ചന്ദ്രൻ കന്നി രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തിന്റെയും ഊർജത്തിന്റെയും ഒരു കുതിച്ചുചാട്ടം അനുഭവപ്പെടും. നിങ്ങളുടെ കരിയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരു മികച്ച സ്ഥാനത്താണ്. ഈ സമയം പ്രയോജനപ്പെടുത്തുക.
നിങ്ങളുടെ കരിയറിൽ കാര്യമായ പുരോഗതി കാണാൻ കഴിയും. നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ ഈ നല്ല വളർച്ച കാളയെ കൊമ്പിൽ പിടിക്കുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും. എല്ലാ തടസ്സങ്ങളും നിങ്ങളുടെ മുന്നിൽ അപ്രത്യക്ഷമാകും. ക്ഷമയോടെയിരിക്കുക, നിങ്ങളുടെ മികച്ച പ്രയത്നം തുടരുക. നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടാതെ പോകില്ല. ഇന്ന് റോസ് പിങ്ക് നിറം നിങ്ങളുടെ ഭാഗ്യനിറമായിരിക്കും. വൈകുന്നേരം 4:30 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. രാഹു പ്രധാന ഊർജങ്ങളെ രൂപപ്പെടുത്തുന്നതിനാൽ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ കേന്ദ്രീകൃതമായി നിലനിർത്താൻ സമ്മർദ്ദകരമായ സംഭാഷണങ്ങൾ ഒഴിവാക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ കുംഭം രാശിക്കാരെ, കന്നിരാശിയിൽ ചന്ദ്രൻ ഉള്ളതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടായേക്കാം. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളുമായി യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്നായിരിക്കാം നിങ്ങളുടെ ആശങ്ക ഉടലെടുക്കുന്നത്. താര, സിത്താര, പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. നിങ്ങൾ മനസ്സുവെച്ചാൽ നിങ്ങൾക്ക് ഒന്നും അപ്രാപ്യമല്ല. ഒരു പ്രായോഗികവും സമഗ്രവുമായ സമീപനം നിങ്ങളെ വിജയിപ്പിക്കാൻ സഹായിക്കും. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം റോസ് പിങ്ക് ആണ്. വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ സമയം ശുഭകരമായതിനാൽ അതിനനുസരിച്ച് പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കണം. ശനി ഊർജങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ നിലനിർത്തുന്ന പ്രതിബദ്ധതയ്ക്കായി നിങ്ങളുടെ സ്ഥലത്ത് എന്തെങ്കിലും വെക്കുക. പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് കന്നിരാശിയിൽ ചന്ദ്രൻ നിങ്ങളുടെ മാനസികാവസ്ഥയിലും ചിന്തകളിലും പ്രതികൂല സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ഒരു പ്രിയപ്പെട്ടവരുമായോ അടുത്ത സുഹൃത്തുമായോ ഉള്ള നിങ്ങളുടെ ബന്ധത്തിൽ പിരിമുറുക്കമുണ്ടാകാം. നിങ്ങളുടെ ദേഷ്യമോ നെഗറ്റീവ് വികാരങ്ങളോ നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുതെന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. പകരം നിങ്ങൾക്കിടയിൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക. ആവശ്യമെങ്കിൽ അനുരഞ്ജനത്തിനായി ആദ്യപടി സ്വീകരിക്കുക. കടും ചാരനിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുന്നത് പോസിറ്റീവ് കോസ്മിക് ഊർജങ്ങളെ ആകർഷിക്കാൻ സഹായിക്കും. വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനത്തിൽ സന്തുലിതാവസ്ഥയ്ക്കായി ഒരു പ്രതിവിധി ചെയ്യുക. പ്രതിവിധി: ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.